ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതുവരെ നമ്മൾ അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ലാത്ത എന്നാൽ വളരെ പ്രധാനമായൊരു വാക്കിനെ കുറിച്ചാണ്. ഡിസൈപ്പിൾഷിപ്പ് എന്ന വാക്ക്. ഒരുപക്ഷെ നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടോ, അയ്യോ ഇല്ലേ, പറഞ്ഞിട്ടില്ലല്ലോ, ശരിയാണല്ലോ. ഇതുവരെ ഡിസൈപ്പിൾഷിപ്പ് എന്നൊരു വാക്ക് അങ്ങനെ ഞാൻ അധികം സംസാരിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് ഡിസൈപ്പിൾ എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഡിസൈപ്പിൾ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആളാണ്. കർത്താവ് പറയുന്ന എല്ലാം അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന, കർത്താവ് അല്ലാതെ വേറെ ഒന്നും മുമ്പിലില്ലാത്ത ഒരാളാണ് ഡിസൈപ്പിൾ എന്ന് പറയുന്നത്. ഇത് ഡിസൈപ്പിൾ ആവുക എന്ന് പറയുന്ന പ്രയാസമാണ്. കർത്താവ് പറഞ്ഞത് വളരെ പ്രയാസകരമാണ്. നിങ്ങളെ തന്നെ വെറുത്താലേ നിങ്ങൾക്ക് ഡിസൈപ്പിൾ ആകാൻ പറ്റൂ. നിങ്ങൾക്കുള്ളതിനെല്ലാം വിട്ടാൽ മാത്രമേ ഡിസൈപ്പിൾ ആകാൻ പറ്റുള്ളൂ. അനേകം എടുത്ത് ഈ ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ള വളരെ കഠിനമായ കാര്യമായിട്ട് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം, കർത്താവ് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരൊന്നും അത്ര ബലമുള്ളവരായിരുന്നില്ല എന്നാണ്. അപ്പോൾ എൻ്റെ ഒരു ചിന്താഗതി, ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ ജീവൻ പ്രാപിക്കുന്ന ആളുകളെല്ലാം സ്വാഭാവികമായും കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുകയും അവരുടെ കൽപ്പനകളിലേക്ക് നോക്കുകയും ആഗ്രഹിക്കുകയും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ജീവൻ പ്രാപിച്ചവരെല്ലാം ഓട്ടോമാറ്റിക്കലി ഡിസൈപ്പിൾസ് ആണ്. അപ്പോൾ അത് ശരിയാണ്, അതങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാവരും ഡിസൈപ്പിൾസ് ആണ്. രക്ഷിക്കപ്പെടുന്നവരെല്ലാവരും കർത്താവിൻ്റെ ഡിസൈപ്പിൾസ് ആണ്. ഡിസൈപ്പിൾ എന്ന വാക്ക് എല്ലാവരെയും കോമൺ ആയിട്ട്, കർത്താവിനെ അനുഗമിക്കുന്ന, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കോമൺ ആയിട്ട് പറയാവുന്ന വാക്കായിട്ടും ബൈബിളിൽ കാണുന്നുണ്ട്. കാരണം 70 ശിഷ്യന്മാരെ വിടുന്നുണ്ട്. അങ്ങനെ പല സ്ഥലത്ത് ശിഷ്യന്മാരെന്ന് പറയുന്ന അത്രയൊന്നും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, അനുസരണത്തിലൂടെ ജയിച്ചവരൊന്നും അല്ലായിരുന്നു. എങ്കിൽ പോലും ഡിസൈപ്പിൾ എന്നുള്ള വാക്ക്, ഡിസൈപ്പിൾഷിപ്പ് എന്ന വാക്കിലേക്ക് നോക്കുമ്പം അത് വലിയ കഠിനമായ കാര്യമായിട്ടാണ് കർത്താവ് അവതരിപ്പിക്കുന്നത്. അതായത് എൻ്റെ ഡിസൈപ്പിൾ ആയിരിക്കണമെങ്കിൽ, ദാറ്റ് മീൻസ് ദ എക്സ്പെക്ടേഷൻസ് ഓഫ് എ ഡിസൈപ്പിൾ, അല്ലെങ്കിൽ വാട്ട് എൻറ്റൈൽസ് എ ഡിസൈപ്പിൾഷിപ്പ്, വാട്ട് ഈസ് ദ കൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ഓഫ് എ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കട്ടിയാണ്. പക്ഷെ അവിടെ എത്താത്തവരെയൊക്കെ ഡിസൈപ്പിൾ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഡിട്രീഷ് ബോൺഹോഫർ ഒരിക്കൽ പറഞ്ഞ പോലെ, ഡിസൈപ്പിൾഷിപ്പ്, അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട് ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ള വിഷയത്തെക്കുറിച്ച്, ശിഷ്യത്വം. മലയാളത്തിൽ വരിക ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. കർത്താവ് പറയുന്നത്, ഡിട്രീഷ് ബോൺഹോഫർ പറയുന്നത്, കർത്താവ് ഒരാളെ വാ എന്ന് പറയുമ്പം കർത്താവ് അവനോട് പറയുന്നത് വാ മരിക്കുക എന്നാണ്, കം ഡൈ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത് കോസ്റ്റ്ലി, അതായത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ വിചാരിക്കുന്നത് വളരെ നിസ്സാരമായൊരു കാര്യമല്ല. വി ആർ ഓട്ടോമാറ്റിക്കലി ഡിസൈപ്പിൾസ് എന്ന് പറയുമ്പോഴും ഡിസൈപ്പിൾഷിപ്പ് എന്നൊരു വാക്ക് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ വളരെ പ്രധാനമാണ് എന്ന് എനിക്ക് തോന്നി. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി എ ഡിസൈപ്പിൾ. നമ്മൾ പ്രാക്ടിക്കലി എല്ലാവരും ഡിസൈപ്പിളാണെന്ന് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ടു ബി എ ഡിസൈപ്പിൾ. വെൻ യു ആർ ലുക്കിംഗ് അറ്റ് ദ ക്വസ്റ്റൻ ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ഓർ യു ആർ ലുക്കിംഗ് അറ്റ് യുവർ സെൽഫ് ആസ് എ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ്, എങ്ങനെയാണ് നമ്മളെ തന്നെ കാണേണ്ടത് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇത് ശരിക്കും ഷാർപ്പായിട്ട് ഡിഫൈൻ ചെയ്യാൻ വലിയ പാടാണ്. തിയോളജിക്കൽ ഡിഫൈൻ ചെയ്യാനും വലിയ പാടാണ്. ഇതൊക്കെ ഓർത്തിട്ടാണ് ഞാനിത് അധികം സംസാരിക്കാതിരുന്നത്. സാധാരണഗതിയിൽ ഡിസൈപ്പിൾഷിപ്പ് എന്നൊക്കെ ആൾക്കാർ ഉദ്ദേശിക്കുന്നത് ത്യാഗം സഹിച്ച് ഇറങ്ങി വരുന്നത്, ഇതൊക്കെ മനുഷ്യ പ്രവൃത്തികളിലേക്കാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡിസൈപ്പിൾഷിപ്പിൻ്റെ അടയാളങ്ങൾ, അത് ഹൗ ക്യാൻ യു നോ, വാട്ട് ആർ ദിസ് ഫീച്ചേഴ്സ് ഓഫ് എ ഡിസൈപ്പിൾ, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡിസൈപ്പിൾ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ചും ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്കും ഉപദേശം, ഈ ചർച്ചിൽ നമ്മൾ പ്രസംഗിക്കുന്ന ഉപദേശം എത്തണം, മലയാളത്തിലെത്തണം. അതാണ്, ഇംഗ്ലീഷിലെത്താൻ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി എവരിവെയർ. തിരുവല്ല സ്റ്റീഫൻസൺ ബ്രദർ പറഞ്ഞ പോലെ അവർ കണ്ടെത്തിയ ആ ചർച്ചിൽ ആ ഉപദേശമുണ്ട്. സോ ഇഫ് ദേ കൺഫസ് ക്രൈസ്റ്റ് അലോൺ, ദാറ്റ്സ് എ ക്രിസ്ത്യൻ ചർച്ച്. അപ്പോൾ വി ഫൈൻഡ് ദാറ്റ് ഡോക്ട്രിൻ എവരിവെയർ when you are looking at the English speaking world. ബട്ട് മലയാളം സ്പീക്കിംഗ് വേൾഡിൽ ഇതെത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റിയാണ്. ഇത് ഞാൻ ചിന്തിക്കുന്നുണ്ട്. നമുക്ക് അനേക ശുശ്രൂഷകർ ആവശ്യമുള്ളതുകൊണ്ടും ശുശ്രൂഷകർക്കായി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ടും
ഈ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യവും കൂടെ നമ്മൾ ചിന്തിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ വൺ ഹൂ ഫോളോസ് ജീസസ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ കേട്ട് അവൻ്റെ പിന്നാലെ വരുന്ന ആളുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പിന്നാലെ വരുന്ന ആ നടപ്പെന്ന് പറയുന്നത് അത് വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇറ്റ്സ് റിയലി എ ടഫ് ബാറ്റിൽ. പക്ഷെ നമുക്കറിയാം, നമ്മൾ ഇതുവരെ പഠിച്ച വേദശാസ്ത്രം അനുസരിച്ച്, അല്ലെ ബൈബിളിലെ വാക്യങ്ങൾ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തതനുസരിച്ച്, കർത്താവിൻ്റെ മുഖം വളരെ എന്താ മൃദുവും അവൻ്റെ ചുമട് വളരെ ലഘുവുമാണ്. ബിക്കോസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് ഈസ് ക്യാരിങ് ഓൾ ദ ബേർഡൻ. അത് നമ്മുടെ മേൽ വളരെ ലഘുവായിട്ട് തന്നെയാണ് വരുന്നത്. അതൊരു സന്തോഷമായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ എങ്ങനെയാണ് ഒരു ഡിസൈപ്പിൾ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഒരു ഡിസൈപ്പിളിൻ്റെ ജീവിതം നിയന്ത്രിക്കപ്പെടുന്നത്? വാട്ട് ആർ ദ എനിക്കത് ആ സബ്ജക്റ്റ് ശരിക്കും ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഒരു ഡിസൈപ്പിളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, കർത്താവ് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. നോ വൺ സിറ്റിംഗ് ഹിയർ ഈസ് എ ട്രൂ ഡിസൈപ്പിൾ, പെർഫെക്റ്റ് ഡിസൈപ്പിൾ. യു ഓൾ ഹാവ് അവർ ഫ്രെയിലിറ്റീസ്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ദ 12 പീപ്പിൾ. അവ നമ്മളെയും ഡിസൈപ്പിൾ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ബട്ട് വി ഹാവ് അവർ ഓൺ ഫ്രെയിലിറ്റീസ്, വാക്കിംഗ് സ്റ്റാഗാർഡ്ലി. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. പക്ഷെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പത്രോസിൻ്റെ കാര്യം നോക്കാം. നമുക്ക് ആദ്യത്തെ ശിഷ്യന്മാർ അന്ത്രയോസ്, പത്രോസ് എന്ന ആൾക്കാരെ, കർത്താവിൻ്റെ വിളിയിൽ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഭയങ്കര ടഫ്നെസ് ഉള്ളത്. വെൻ ക്രൈസ്റ്റ് കോൾസ് പീറ്റർ, ഫോളോ മീ, പീറ്റർ ഈസ് ലൂസിങ് ഹിംസെൽഫ്. തന്നെ ഇല്ലാതെയാണ് മീൻപിടുത്തം, അല്ലെ ജീവിക്കാനുള്ള പ്ലാനുകൾ എല്ലാം തീർന്നു. ആ മോമെന്റിൽ പീറ്റർ ഡൈഡ്. ഒരു ഭയങ്കര അതുവരെ പോകാത്ത ഒരു വഴിയിലേക്ക് അദ്ദേഹം കയറി പോവുകയാണ്. ദെൻ യു നെവർ ഗെറ്റ് ദാറ്റ് ഓൾഡ് പീറ്റർ അഗെയിൻ. നിങ്ങൾ വിചാരിക്കും പിന്നെ ഗന്നസരത്ത് തടാകത്തിൽ പോയി മീൻ പിടിച്ചില്ലേ? മീൻ പിടിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ പീറ്റർ വാസ് നെവർ ദ ഓൾഡ് പീറ്റർ. അത് ഡിസൈപ്പിൾ എന്ന് പറയുന്നത് ആ ഒരു ടേണിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാം വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. ബിക്കോസ് ഓൺലി ക്രൈസ്റ്റ് മാറ്റേഡ് ഫോർ ഹിം. ഓൺലി ദറ്റ് കോൾ മാറ്റേഡ്. ഇത് കർത്താവ് പത്രോസിനെ വിളിക്കുമ്പോൾ മാത്രമല്ല, ചുങ്കസ്ഥലത്ത് നിന്ന് ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന മത്തായിയെ വിളിക്കുമ്പോൾ മത്തായി അവിടെ അത് അവസാനിപ്പിക്കും. നമ്മൾ കാണുന്നത് എല്ലാവരും കർത്താവ് വിളിച്ചു കഴിയുമ്പോഴേക്കും അവരുടെ ലൈഫ് അവിടെ തീരുവാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, പിന്നെ അവരാ പഴയ ലൈഫ് അവർക്കില്ല. അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. അവരതിനെക്കുറിച്ച് ബോധേഡല്ല. ഗോൺ. അപ്പോൾ ഇങ്ങനെയുള്ള ചില വിളികൾ ഒരു ഡിസൈപ്പിളിനെ വിളിക്കുന്ന വിളി. ഞാൻ ചിലപ്പോൾ ഒക്കെ ഇരുന്ന് ആലോചിക്കും, കർത്താവിനെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ വേറൊരു ഡയമെൻഷൻ, നമ്മളൊരിക്കലും പരിചയപ്പെടാൻ പോകുന്നില്ല, നമ്മളൊരിക്കലും കണ്ടുമുട്ടാൻ പോകുന്നില്ലായിരുന്നു. ബട്ട് ഗോഡ് വാണ്ടഡ് മീ ടു ടേക്ക് എ ടേൺ. അതോടെ എൻ്റെ ആ ജീവിതം അങ്ങ് പോയി. ദാറ്റ് ലൈഫ് ഡിസപ്പിയർഡ്. ഇത് ഈ ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, ടോട്ടലി ന്യൂ ആയിട്ടുള്ള, നമുക്കൊരു നിയന്ത്രണവുമില്ലാത്ത, ഇതെങ്ങനെയായി തീരുന്നൊന്നും അറിയാൻ വയ്യാത്ത, പുന്നങ്ങൾ പറഞ്ഞ പോലെ കാറ്റ് പോലെ ആയി പോകുന്ന ഒരു വഴിയിലേക്ക് ദൈവം നമ്മളെ എത്തിക്കുകയാണ് ഡിസൈപ്പിൾഷിപ്പിലൂടെ ചെയ്യുന്നത്. സോ വെൻ വി ബിക്കം എ ഡിസൈപ്പിൾ, ദാറ്റ്സ് വാട്ട് ഗോഡ് പ്ലാൻസ് ടു ഡു ഓർ അറ്റംപ്റ്റ്സ് ടു ഡു. അപ്പോൾ ആ ലൈഫിലെ കണക്ഷൻസ് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ പഴയ ലൈഫിൻ്റെ കണക്ഷൻസ് അത് നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളതും അവിടെ കാണാം. ഞാനൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ന്റെ 28, 29, 25 മുതൽ വായിക്കാം. ഞാൻ എന്തെടുത്തോട്ടെ ഒരു മിനിറ്റ്. ഏറിയ പുരുഷാരം അവനോട് കൂടി പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരിക അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടി പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന്
എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ വലിയൊരു പുരുഷാരം വരുമ്പോഴാണ് കർത്താവ് ഇത് പറയുന്നത്. കർത്താവിൻ്റെ ഒരു ക്യാരക്ടർ, ഒരു സ്വഭാവമാണ്. അതായത് ആളുകൾ ഒത്തിരി കൂടുമ്പോൾ അതിൽ നിന്ന് കർത്താവിന് വേണ്ടവരെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി കർത്താവ് എപ്പോഴും കഠിനമായ കാര്യങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാം. ഒത്തിരി ആളുകൾ കൂടിയപ്പോൾ വലിയൊരു കൂട്ടത്തെ പിരിച്ചുവിടാൻ വേണ്ടി, നമ്മളാണ് എത്രയും പേര് ആൾക്കാർ കൂട്ടാനല്ലേ ശ്രമിക്കുന്നത് ഇപ്പോഴും, അല്ലേ? പക്ഷെ കർത്താവ് എപ്പോഴും പിരിച്ചുവിടാൻ ശ്രമിക്കുമായിരുന്നു. കർത്താവ് പറഞ്ഞു, എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നറിഞ്ഞിരിക്കുന്നു. അപ്പം വലിയൊരു പങ്ക് ആൾക്കാർ ആ വഴിക്ക് പോകത്തില്ല. അപ്പം ഇവിടെ നിങ്ങൾ എല്ലാവരും വെറുക്കണം, നിങ്ങളുടെ ജീവനെയും കൂടെ വെറുക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പം അതിനർത്ഥം നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തതും അറിഞ്ഞിട്ടില്ലാത്തതും ഒരു നിയന്ത്രണവും നിങ്ങൾക്ക് ഇല്ലാത്തതുമായ, അതായത് കർത്താവ് മാത്രം, യേശു മാത്രം കർത്താവായ, ലോഡായ, ഡിസിഷൻ മേക്കറായ ഒരു ഇടുക്ക് വഴിയിലേക്ക് നിങ്ങൾ കടക്കണമെന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ഇൻ ദാറ്റ് നാരോ ലെയിൻ യു ഹാവ് നോ കൺട്രോൾ ആസ് ടു വാട്ട് ടു ഡു, വാട്ട് ടു ഹാപ്പൻ. അപ്പം ഞാൻ പൂർണ്ണമായിട്ടും പറയാണ്, ജീസസ്, യു ആർ മൈ ലോഡ്, യു ഡിസൈഡ് every signpost in that narrow gate. You decide the turns. You decide everything. You are my master. എന്ന് നമ്മൾ പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കായിട്ട് പറയാൻ പറ്റുമോ ഇല്ല നമുക്കറിയാം. But the Lord leads us to a state where we confess, Jesus, only you matter. Jesus, only you matters to me. Only you matter to me. ഈ കർത്താവ് മാത്രം എന്ന ആ ഒരു ആശയം നമുക്കൊരു തിയോളജി മാത്രമല്ല, അതൊരു ലൈഫ് കൂടെയാണ്, ജീവൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു തീരുമാനം വരുമ്പോഴേക്കും ഹ്യൂമൻ റിലേഷൻഷിപ്സിനെ അതെങ്ങനെ ബാധിക്കും എന്നുള്ളത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പണ്ടെങ്ങോ വായിച്ച് ഓർക്കുന്നുണ്ട്, ഒരു ഡിസൈപ്പിൾ ആകുന്ന ആൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ ഞാൻ സുവിശേഷയിലേക്ക് ഇറങ്ങിയിട്ട് സുവിശേഷം പറയാൻ പോയി എന്ന് വിചാരിച്ച് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, എനിക്ക് ലാഭം മാത്രമേ ഉള്ളൂ. പക്ഷേ നഷ്ടപ്പെടുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർക്കാണ്. അവർക്കത് സഫർ ചെയ്യാൻ പറ്റാത്ത ലോസാണ്. നമ്മുടെ ചർച്ചിലെ ചില മിഷണറി മക്കൾ, അവർ ചെറുപ്പകാലത്ത് കർത്താവിന് വേണ്ടി ആ ഒരു ഡിസൈപ്പിൾഷിപ്പിൻ്റെ വഴിയിലൂടെ ലോഡ് യു ആർ മൈ മാസ്റ്റർ എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പം അവർക്ക് നല്ല സന്തോഷമാണ്, ഭയങ്കര സന്തോഷമായിട്ട് അവർ പോകുന്നു. പക്ഷെ അവരുടെ ഭവനത്തിൽ അത് വേദനയും കരച്ചിലും വിലാപവുമാണ്. കാരണം നഷ്ടം അവർക്കാണ്. പ്രത്യേകിച്ചും അവർ വിശ്വാസം മനസ്സിലാകാത്തവരാണെങ്കിൽ ആ നഷ്ടം ഭീകരമായി അവരുടെ മുമ്പിൽ നിൽക്കും. കാരണം ഒരു മകൻ എന്ന് പറയുന്നത്, മകൾ എന്ന് പറയുന്നത് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്സിൻ്റെ കാര്യം വരുമ്പോഴേക്കും സോ മെനി പീപ്പിൾ ബിക്കം വീക്ക്. കർത്താവിനെ അനുസരിക്കാൻ ഒരു വീക്ക്നെസ് അനുഭവപ്പെടും. കാരണം ബിക്കോസ് ഓഫ് ദെയർ കണക്ഷൻസ്, റിലേഷൻഷിപ്സ്. ഞാൻ 2011 അവസാനം, ഞാൻ കുറേ വർഷങ്ങൾ പുസ്തകം വായിക്കാതിരുന്ന കാലഘട്ടത്തിൽ അതിനവസാനം വായിച്ച പുസ്തകം എന്ന് പറയുന്നത് എംബ്രേസ്ഡ് ബൈ ദ ക്രോസ് എന്ന് പറഞ്ഞൊരു ബുക്കായിരുന്നു. എല്ലി മാക്സ്വെൽ എന്ന് പറഞ്ഞ ഒരാൾ എഴുതി. അത് നെറ്റിലത് PDF കോപ്പി അവൈലബിൾ ആണ്. നിങ്ങളൊരു സീരിയസ് ഡിസൈപ്പിൾ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും വായിക്കാൻ അറിയാമെങ്കിൽ ഇത് വായിക്കണം. മലയാളത്തിൽ കിട്ടും അത് അതിൻ്റെ എക്സാക്ട് പേര് ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, അതെന്തെങ്കിലും ആട്ടെ, നമ്മൾ OM-ലുണ്ട്, അത് ചോദിച്ചാൽ മതി. എല്ലി മാക്സ്വെലിൻ്റെ ഒരു ബുക്ക്, അത് ഒത്തിരി മലയാളത്തിൽ ഒത്തിരി ചിലവായി ആ ബുക്ക്. അപ്പോൾ ഈ ഒരു കുടുംബം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ ബലഹീനമാക്കുന്ന, നമ്മുടെ കർത്താവിൻ്റെ വേണ്ടി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെയാക്കുന്ന കുടുംബ ബന്ധങ്ങൾ, അവരെന്ത് ചിന്തിക്കും? അവർ വേദനിക്കില്ലേ? സോഫ്റ്റ് ഹാർട്ടഡ്നെസ്, സെൻസിറ്റിവിറ്റി. അതായത് അവൻ്റെ അപ്പനും അമ്മയ്ക്കും ഭയങ്കര വിഷമവും, എനിക്കങ്ങനെ അപ്പനും അമ്മയും ലംഘിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കർത്താവ് പറയുന്നത് എന്താ? എന്നെ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഡിസൈപ്പിൾ ആയിരിക്കാൻ കഴിയില്ല. കാരണം എർത്ത്ലി ലവ് എന്ന് പറയുന്നത് കർത്താവിനെ അറിയുന്നതിനൊരു വലിയ തടസ്സമാണ്, അനുസരിക്കുന്നതിനും വലിയൊരു തടസ്സമാണ്. അപ്പോൾ റിലേഷൻഷിപ്സിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറുക്കുക, ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ദേ ഡു നോട്ട് കൺട്രോൾ യു, നോട്ട് ഈവൻ യു. അതാണ്, അവർ മാത്രമല്ല നമ്മളെയും വെറുക്കണമെന്നാണ് വാക്യം. ദാറ്റ് മീൻസ് ഡു നോട്ട് അലോ എനി വൺ ഓർ യുവർ സെൽഫ്
ടു ബി അറ്റ് ദ ഹെൽം ഓഫ് അഫയേഴ്സ്. ആ ചക്രം തിരിക്കുന്ന ക്യാപ്റ്റൻ്റെ റോളിൽ നിങ്ങളോ നിങ്ങളുടെ ബന്ധുക്കളോ ഫാമിലി കൺസേൺസോ ഒന്നും ഇരിക്കരുതെന്നുള്ളതാണ്. Christ shall be glorified as the only captain of your life. ഇതൊരു ഡിസൈപ്പിൾഷിപ്പിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെയാണ് ഭീരുക്കളാരും ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് പുതിയ നിയമത്തിൽ പറയും. ഞാൻ ഓർത്ത് ഭീരു ആയിരിക്കുന്ന പാവമല്ലേ, അല്ലേ? പാവമല്ലേ ഭീരു? ഭീരു എന്ന് പറഞ്ഞാൽ എന്താ? പേടിച്ച് വിഷമിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഭീരു. പക്ഷേ കർത്താവ് പറയാണ് ഭീരുക്കൾ ആരും ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിഷ്യനായ ജീവിതത്തിന് അസാമാന്യമായ ധൈര്യം വേണമെന്നാണ് കർത്താവ് എന്നെ പഠിപ്പിച്ചത്. ചില ആൾക്കാർക്ക് രാത്രി ഇരുട്ടിൽ പേടി, പാറ്റയെ കണ്ടാൽ പേടി, അങ്ങനെയൊക്കെ ഉണ്ട്. ധൈര്യമൊന്നും കാര്യമായിട്ടുണ്ടാവില്ല ആ കാര്യത്തിലൊന്നും. പലതരത്തിലുള്ള ഫോബിയകളുണ്ട്. എനിക്കുണ്ട് ഫോബിയ. എനിക്ക് ഭയങ്കര ഉയരമുള്ള സ്ഥലത്തുനിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഫിയറാണ്. അത് ചുറ്റും കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ താഴോട്ട് നോക്കാൻ അത്ര ഇഷ്ടപ്പെടുന്ന ആളല്ല. അതൊക്കെ ഉണ്ട്. പക്ഷെ കർത്താവ് അതിന് മുകളിൽ കയറി നിൽക്കാൻ പറഞ്ഞാൽ നിന്നേ പറ്റൂ. അതാണ് ഈ ഒബീഡിയൻസ് പറയുന്നത്. സോ ഈവൻ ഐ ഷാൽ നോട്ട് ബി ഇൻ ചാർജ് ഓഫ് വാട്ട് ഐ ഷുഡ് ഡു. ഡിസൈപ്പിളിന്റെ ലൈഫ് എന്ന് പറയുന്നത് അപ്പനമ്മയും പറയുന്ന പോലെ പോകുന്ന ഒരു ലൈഫല്ല. അപ്പോൾ ഇവിടുന്ന് പ്രായമായ അപ്പനമ്മമാരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രീച്ചിങ്ങാണ് ഞങ്ങളുടെ പിള്ളേരെ എല്ലാം വഴിതെറ്റിച്ച് വിടുന്നത് എന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ ചിന്തിച്ചാലും കുഴപ്പമില്ല. കാരണം ഈ അടുത്ത തലത്തിലേക്ക് കർത്താവ് നയിക്കുന്ന മക്കൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്കൊരു വേദന തന്നെയായിരിക്കും എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റും. ഐ ബിലീവ് ദാറ്റ് ചിൽഡ്രൻ ഷുഡ് ഹർട്ട് us when they become radical followers of Christ. നമ്മുടെ ഇമോഷണൽ റിലേഷൻഷിപ്സ് കൊളാപ്സ് ആകുമ്പോൾ നമ്മൾ സന്തോഷിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മുടെ ജനറേഷൻ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഡിസൈപ്പിൾ ആകാതെ, അതായത് നമ്മൾ പെർഫെക്റ്റ് ആകുന്ന കാര്യമെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ബിക്കമിങ് പെർഫെക്റ്റ്, ബട്ട് ഈ ഒരു ഐഡിയയിലേക്ക് ജീവനിൽ കിടക്കാതെ നമുക്കൊരിക്കലും ദൈവത്തെ മനസ്സിലാക്കാനോ മറ്റൊരാൾ ഡിസൈബിൾ ചെയ്യാനോ സാധിക്കത്തില്ല. ആൻ അക്കാഡമിക് നോളജ് ഓഫ് തിയോളജി, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇത്. അക്കാഡമിക് നോളജ് ഓഫ് തിയോളജി വിൽ നോട്ട് സഫീസ്. കാരണം അതുകൊണ്ട് ഒരു കാര്യവുമില്ല. അത് ഡിസൈപ്പിൾ ആകുന്നില്ലെങ്കിൽ വി കാനോട്ട് മേക്ക് എനി ഡിസൈപ്പിൾസ്. അപ്പോൾ നമ്മളൊരു ഡിസൈപ്പിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റും ഡിസൈപ്പിൾസ് ഉണ്ടാവും, കർത്താവിൻ്റെ ഡിസൈപ്പിൾസ്. നമ്മൾ ഡിസൈപ്പിൾ അല്ല, നമ്മൾ ഭയപ്പെടുന്നവരാണെങ്കിൽ ഒരൊറ്റ ആൾ പോലും കർത്താവിന് വേണ്ടി വേർതിരിയുകയില്ല. They will all come and listen to you, appreciate you, approve you. പക്ഷേ ഒരിക്കലും ആ ഷാക്കിൾസ് ബ്രേക്ക് ചെയ്ത് പുറത്തു വരുവാൻ ധൈര്യമുള്ളവരുണ്ടാവില്ല. ആ ഷാക്കിൾസ് ബ്രേക്ക് ചെയ്ത്, അതായത് എൻ്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു, അല്ല എൻ്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു, അതാണ് പ്രധാനം, എനിക്ക് എൻ്റെ കുടുംബത്തിലെ സമാധാനമാണ് പ്രധാനം, ആയിക്കോട്ടെ. Then Christ takes a back seat. You are afraid. You are afraid what will happen to the family. You are afraid what will happen to you, okay, or your relationships. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഭയം, ഭീരുത്വം ഉണ്ടാക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ you get peace at home. You get peace at home. You get peace in your relationship. Your father will smile when he sees you, but Christ will not be your master. ഇതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ചോയ്സാണ്. അത് വഴക്കുണ്ടാക്കിപ്പിക്കുന്ന ചോയ്സാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ക്രിസ്തു നമ്മുടെ യജമാനായി മാറിക്കഴിയുമ്പോൾ എത്ര കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലും നമ്മുടെ പ്രതിയോഗികളായി വരുന്നവർ, നമ്മുടെ കുടുംബത്തിലുള്ളവരെല്ലാവരായാലും അവരോട് നമ്മൾ സ്നേഹത്തോടെ തന്നെ ഇടപെടുകയുള്ളൂ. കാരണം ആ സ്നേഹം ക്രിസ്തുവാണ്. ക്രിസ്തുവിന് സ്നേഹിക്കാനല്ലാതെ വേറൊന്നും നമ്മളിൽ ഉളവാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പരിശ്രമിക്കുകയില്ല. സോ ഇറ്റ് ഡസ് നോട്ട് ലീഡ് യു ഇൻ ടു എ ബിറ്റർ കോൺഫ്ലിക്റ്റ്, ഓക്കെ, ബിറ്റർ കോൺഫ്ലിക്റ്റ്, ബട്ട് ഇറ്റ് ഡെഫിനറ്റ്ലി വിൽ ലീഡ് യു ഇൻ ടു എ ഹോളി കോൺഫ്ലിക്റ്റ്. ഒരു വിശുദ്ധ യുദ്ധം, പോരാട്ടം, നമ്മുടെ ജഡരക്തങ്ങളോടല്ലാത്ത, നമ്മുടെ എതിരെ നിൽക്കുന്നവരോടല്ലാത്ത ഒരു പോരാട്ടത്തിലേക്ക് നമ്മളെ വിടുവാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് സാധിക്കും. ഞാൻ എപ്പോഴും നമ്മൾ വേദശാസ്ത്രം ഇന്ന് രാവിലെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ വിചാരിക്കുകയായിരുന്നു വേദശാസ്ത്രം നോട്ട് ട്രാൻസ്ലേറ്റഡ് ടു ലൈഫ്. നമ്മളവിടെ തുടങ്ങിയത് അങ്ങനെ തന്നെയാണ്. ഞാൻ ആദ്യം പ്രസംഗിച്ച് തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ്. ലൈഫിലേക്ക് വരുന്ന വേദശാസ്ത്രം, അതാണ്
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഓരോ വിളികൾ കർത്താവ് ആൾക്കാരെ വിളിക്കുന്ന കാണുമ്പോൾ അവിടെ എല്ലാം ഈ ഡിസൈപ്പിൾഷിപ്പിൻ്റെ പവർ എന്താണ്. കർത്താവ് നമ്മളോടൊരു കാര്യം പറഞ്ഞു. ഈ പെന്തക്കോസ്റ്റിൽ വരുന്ന വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, കർത്താവ് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് വായിൽ വരുന്നത്, ഹൃദയത്തിൽ ചിന്തിക്കുന്ന എല്ലാം ഇങ്ങ് വരികയാണ്. അതൊരു വലിയ പ്രശ്നം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കർത്താവ് അങ്ങനെ പറഞ്ഞു ബ്രദറെ, കർത്താവ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും കർത്താവ് പറഞ്ഞു പറഞ്ഞ് നിസ്സാരമാണോ? നിസ്സാരമല്ല. ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പണ്ട് എന്നോടൊരു പ്രവാചകൻ പ്രവചിച്ചത്, നിങ്ങളൊരു മിഷണറി ആയിട്ട് മാറും, കർത്താവ് നിങ്ങളെ അനേകം ഭാഷകൾ സംസാരിക്കുന്നവരുടെ അയക്കുമെന്ന്. എനിക്ക് 22 വയസ്സോ മറ്റുള്ളപ്പോൾ ഒരു പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, 21 വയസ്സോ മറ്റുള്ളപ്പോൾ. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാൻ എങ്ങനെ ചിന്തിക്കുന്നത്, ഈ പ്രവാചകൻ പറഞ്ഞതെന്നല്ല ഞാൻ എടുത്തത്. എൻ്റെ മനസ്സിൽ വരുന്ന ഇത്രയും സകലത്തെ സൃഷ്ടിച്ച ദൈവം, എനിക്ക് വേണ്ടി ക്രൂശിൽ വന്ന് മരിച്ച ദൈവം, ചേസ് എന്ന് പറയുന്ന ഒരാളെ നോക്കിയിട്ട് എൻ്റെ കൂടെ കൂട്ടുവേലക്കാരനാകുക എന്ന് കർത്താവ് എന്നോട് പറയുമെന്ന് എനിക്ക് ഒരു ചിന്തയുമില്ലായിരുന്നു. ബിക്കോസ് ഐ ഓൾവേസ് ഫൗണ്ട് മൈസെൽഫ് ആസ് എ ഫെയ്ത്ത്ലെസ് പേഴ്സൺ, എ പേഴ്സൺ ഹു ഇസ് നോട്ട് ഫെയ്ത്ത്ഫുൾ ഇൻ എവറി ഡേ ടു ഡേ ലൈഫ്. അങ്ങനെ ഞാൻ എന്നെ കണ്ടിരുന്നത്. ബട്ട് ഗോഡ് സ്റ്റിൽ ഷോഡ് മീ ഹിസ് സാൽവിഫിക് ഗ്രേസ്. അപ്പോൾ അത് അസാമാന്യമായ ധൈര്യമാണ് നമുക്ക് തരുന്ന കോൾ ഇൻ ഇറ്റ് സെൽഫ്. ഒരു ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്ന ആ കോൾ ഒരു മനുഷ്യനാണ് എന്നോട് ആദ്യം പറയുന്നത്, കർത്താവിനോട് നേരിട്ട് പറയുന്നതിന് മുമ്പ് തന്നെ. പക്ഷെ ഐ ന്യൂ ഐ വിൽ ബി എ ഡിസൈപ്പിൾ, മേ ബി എ മിനിസ്റ്റർ. കർത്താവ് എന്നെ വിളിച്ചു എന്ന് പറയുന്നതിനെ അസാമാന്യമായ ശക്തിയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ബാക്കി മനുഷ്യരെന്ത് പറയുന്നതൊക്കെ അങ്ങ് ദൂരെ കേൾക്കുന്നത്. യു ലിസൺ ടു ഇറ്റ് ഫ്രം എ വെരി ഫാർ പ്ലേസ്. കാരണം ദാറ്റ് നോ ലോങ്ങർ ബിക്കംസ് റെലവൻറ്റ്. ഈ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത്തിരി ഇടുക്ക് വഴിയാണ്. കോൺഫ്ലിക്റ്റ് ഇല്ലാതെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിറ്റർ കോൺഫ്ലിക്റ്റ് അല്ല, വിശുദ്ധമായ പോരാട്ടം, വിശുദ്ധമായ പോരാട്ടമില്ലാതെ ഇതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. നമ്മുടെ വീട്ടിലായാലും എവിടെയായാലും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീട്ടിൽ സാക്ഷിയാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഞാൻ എൻ്റെ ഭാര്യയോട് സുവിശേഷം പറഞ്ഞ് ഇന്ന് തന്നെ അവർ റെഡിയാക്കി എടുക്കും. അതല്ല. എൻഡ്യൂറിങ്, സഫറിങ്, ടോളറേറ്റിംഗ്, ആ കഷ്ടതയിലൂടെ തന്നെ പോവുകയും സാക്ഷിയാവുകയും, ക്രിസ്തു ആരെന്ന് ലൈഫിലൂടെ, സ്നേഹത്തിലൂടെ, കരുതലിലൂടെ, കർത്താവിൻ്റെ സ്വഭാവത്തിലൂടെ വെളിപ്പെടുത്തുകയും വാ തുറന്ന് സുവിശേഷം പറയാൻ പറ്റുന്നിടത്തെല്ലാം അത് പറയുകയും ചെയ്തു തന്നെയാണ് നമ്മൾ സാക്ഷികളാകുന്നത്. ഓക്കെ. അപ്പോൾ കോൺഫ്ലിക്റ്റുകൾ എന്ന് പറയുന്നത്, നമ്മുടെ പല പിള്ളേരും വീട്ടിൽ നല്ല കോൺഫ്ലിക്റ്റോടെ കടന്നു പോകുന്നുണ്ട്. അത് വ്യക്തമായിട്ട് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ആ ഒരു ക്രോസ് റോഡ്സിൽ വരുവാണ്. ഈ പേരൻസിനെ കൊണ്ടുപോകണോ അതോ ഒറ്റയ്ക്ക് പോകണോ? എബ്രഹാം പറഞ്ഞാൽ, എബ്രഹാമിനെ വിളിച്ചപ്പം നീ നിന്റെ പിതൃഭവനത്തെ വിട്ടിട്ട് വരാൻ പറഞ്ഞപ്പോൾ അപ്പനെ കൂട്ടിക്കൊണ്ട് പോയ പോലെ ആണോ, അതോ ഞാനത് ബ്രേക്ക് ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങണോ എന്നുള്ള ഒരു ഒരു ക്രൈസിസ് പോയിന്റ്. ഞാൻ മനസ്സിലാക്കുന്നത് അൾട്ടിമേറ്റ്ലി ക്രിസ്തുവിലേക്ക് ആ ബന്ധങ്ങളെല്ലാം വരാതെ എല്ലാ ക്രൈസെൻട്രിക്കാണ്. ഉദാഹരണത്തിന് അപ്പനോടുള്ള സ്നേഹം, അമ്മയോടുള്ള സ്നേഹം, സഹോദരങ്ങളോടുള്ള സ്നേഹം എല്ലാം ത്രൂ ക്രൈസ്റ്റ്, ക്രിസ്തുവിലൂടെ എന്ന് പറയേണ്ട മക്കളോടുള്ള സ്നേഹം, ഭാര്യയോടുള്ള സ്നേഹം, ഇതെല്ലാം ത്രൂ ക്രൈസ്റ്റ് ഫസ്റ്റ് എന്ന രീതിയിൽ തന്നെ വിശദീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ടൊരു വിശ്വാസിയുടെ ജീവിതം, ഒരു ഡിസൈപ്പിളിൻ്റെ ജീവിതം ഭയങ്കര ടഫായിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ്. ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വഴിയിലേക്ക് എന്നെ വിളിച്ചിരിക്കുന്നത് ദൈവം തന്നെയാണ്, അവൻ്റെ ശബ്ദമാണ് ഞാൻ കേട്ടത് എന്നുള്ള ധൈര്യമാണ്. അപ്പോൾ ഈ ധൈര്യം കോൺഫ്ലിക്റ്റുകളെ നമ്മൾ ഭയപ്പെടാത്തവരാക്കി മാറ്റും, എതിർപ്പുകളെ ഭയപ്പെടാത്തവരാക്കി. ഇഫ് യു ആർ കൺവിൻസ്ഡ് ദാറ്റ് ദ ലോർഡ് ഈസ് ലീഡിങ് യു, യു ആർ നോട്ട് ബോതേർഡ് about what will happen in the family or in your connections or relations. ഈ വാക്യം വായിക്കുമ്പം ഇവിടെ നമ്മൾ വായിച്ച വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഏറിയ പുരുഷാരം കടന്നു പോകുമ്പോൾ എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ
പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ജീവനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും ഒക്കെ സ്നേഹിക്കണം. പക്ഷെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ അത്ര ആകരുത്. ഈ സ്നേഹം ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല, പക്ഷെ അത് ഇൻസിഗ്നിഫിക്കൻറ്റ്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് കോൾ, എവറിത്തിങ് ബിക്കംസ് ഇൻസിഗ്നിഫിക്കൻറ്റ്. അത് ഇൻസിഗ്നിഫിക്കൻ്റ് ആകേണ്ടത് ആവശ്യമാണ്. ഞാനും ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, ഞാനും അപ്രസക്തനാണ്. കാരണം കർത്താവ് എന്ന് പറയുന്നുള്ളത് മാത്രമാണ് ഒരു പ്രധാന കാര്യമായിരിക്കുന്നത്. 27-ാം വാക്യത്തിൽ പറയുന്നു, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ കർത്താവ് പലരെയും വിളിക്കുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള സമയത്താണ്. അതിന് മുമ്പുള്ള ഒരു പാരബിൾ, ഒരു ഉപമയുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. എങ്കിൽ ഇത് പറയുന്നതിന്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇത് പറയുന്നതിന് മുമ്പ്, ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കർത്താവ് പറയുന്ന ഒരു ഉപമയുണ്ട്. അതിങ്ങനെയാണ്. 16-ാം വാക്യത്തിൽ അവനോട് അവൻ പറഞ്ഞു, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവൻ തൻ്റെ ദാസനെ അയച്ച ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവിനെന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ ഒഴിവുകഴിവ് പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തെ അവനോട്, ഞാൻ ഒരു നിലം കൊണ്ടതിനാൽ അത് ഇന്ന് കാണേണ്ടെന്ന് ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചു കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് ശരിക്കും നമ്മൾ ചർച്ചിലൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എക്സ്ക്യൂസസ്, നിസ്സാര എക്സ്ക്യൂസസ് ആണ് നമ്മൾ ദൈവത്തിന് മുമ്പിൽ പറയുന്നത്. ഗോഡ് ബിക്കംസ് സോ ഇറലവൻറ്റ്. മറ്റൊരുത്തൻ എൻ്റെ 5-6 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യാൻ പോകുന്നതിനോട് ക്ഷമിച്ചു കൊള്ളണമെന്ന് ഞാൻ നിന്റെ അപേക്ഷിക്കുന്നു. വേറൊരുത്തൻ, ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരാൻ കഴിവില്ല എന്ന് പറയും. ദാസൻ മടങ്ങിയെന്ന് യജമാനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടയവൻ കോപിച്ചു ദാസനോട്, നീ വേഗം പട്ടണത്തിലെ വീതികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് കാണിക്കുന്നത്? നമ്മൾ ലൈഫിൽ ഏറ്റവും അവസാനത്തെ പ്രയോറിറ്റി ആയിട്ട് കർത്താവിനെ വെച്ചിരിക്കുന്ന ഒരവസ്ഥ പല ലൈഫിലും, പല സമയത്തും, പല സന്ദർഭങ്ങളിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ശിഷ്യനായിരിക്കാൻ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും സാധിക്കില്ല. അതായത് അവർ വളരുന്നില്ല, പരിജ്ഞാനത്തിലേക്ക് പോകുന്നില്ല, ഒബീഡിയൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തരം. അപ്പം ഒരു ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ളൊരു ആശയം നമ്മൾ പറയുമ്പം അത് വിശ്വാസത്തിന് അനുസരണം വരുന്നൊരു തലമാണ്. ദാറ്റ്സ് ശിഷ്യൻ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ശിഷ്യൻ എന്ന് പറയുന്നത് തുടക്കം തൊട്ട് ശിഷ്യനാണ്. ഞാനത് ഇങ്ങനെ വിശദീകരിക്കാം. നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ തുടങ്ങുന്ന അന്ന് തൊട്ട് ശിഷ്യനാണ്. പക്ഷെ എൻ്റെ മുമ്പിൽ, ഒരു ശിഷ്യന് മുമ്പിൽ എപ്പോഴും ഒരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ഡിസൈപ്പിളായി കർത്താവ് പറയുന്നതിൽ എല്ലാത്തിലും തികഞ്ഞു വരിക എന്നുള്ളതാണ്. ആ തികഞ്ഞു വരിക എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ എല്ലാ ടീച്ചിങ്സിലും ആത്മാവിൻ്റെ നിറവിലും നമ്മൾ കർത്താവിനെ പോലെ ആവുക എന്ന ഒരു അംബീഷനാണ് എനിക്കൊരു ശിഷ്യനുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസിഷൻ, ആ ഒരു കത്തൽ ഉള്ളിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് അല്ലെങ്കിലും വി നോ ദാറ്റ് ക്രൈസ്റ്റ് വാണ്ട്സ് us to be perfect. നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഡിസൈപ്പിളിന് ഇപ്പോഴും ടാർഗറ്റ് ഉണ്ട്, ടു ബി ലൈക്ക് ദ മാസ്റ്റർ. മാസ്റ്ററെ പോലെ ആവുക എന്നുള്ളതാണത്. ഹി വിൽ നെവർ സർപ്പാസ് ദ മാസ്റ്റർ, ബട്ട് ഹി വിൽ ഗ്രോ അൺ ടു ദ ഹെഡ്. ഓക്കെ, അപ്പോൾ അങ്ങനൊരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു എക്സ്ക്യൂസ് പറയില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമുക്ക് എന്തെല്ലാം കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. നമ്മുടെ ലേസിനെസ് കാരണവും, സ്ലോത്ത്ഫുൾനെസ് കാരണം, അല്ലേ, പ്രോക്കാസ്റ്റിനേഷൻ കാരണവും നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട്. കർത്താവിന് വേണ്ടി തന്നെ. കർത്താവിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല, കർത്താവിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് സ്റ്റിൽ സംടൈംസ് വെൻ വി ആർ ലുക്കിംഗ് അറ്റ് അവർസെൽസ്, വി സീ ഹൗ സ്ലോത്ത്ഫുൾ ആൻഡ് ലേസി വി ആർ. എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ ആ ഒരു കാര്യത്തിൽ കുറവ് കാണപ്പെടുന്നുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്,
നിസ്സാരമായ കാര്യങ്ങൾ അല്ല ഒന്നുകൂടെ ഉറങ്ങിയേക്കാം, ഇന്ന് മീറ്റിങ്ങിന് കൂടുന്നില്ല, ഒന്നും കൂടെ ഉറങ്ങിയേക്കാം എന്ന് വിചാരിച്ച് പൊതിച്ചും കൂടി കിടക്കുന്ന എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഞാൻ പലപ്പോഴും ടെംപ്റ്റഡ് ആയിട്ടുണ്ട്. ഇന്ന് 6:30 വരുന്നില്ല എന്ന് പറഞ്ഞേക്കാം. അതിന് കാരണം അന്നേരം ഉറങ്ങുമ്പോൾ 3 മണി 4 മണിയൊക്കെ ആയിരിക്കും. പക്ഷെ അത് ഇന്നില്ല എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എൻ്റെ കൈ വിറയ്ക്കും. കാരണം അയ്യോ, എൻ്റെ ബലഹീനത കാരണം ഇത് കർത്താവിൻ്റെ വേല അങ്ങനെ ആകുകയാണല്ലോ. ഇത് എനിക്ക് സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എക്സ്ക്യൂസ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് വലിയ കാര്യങ്ങളിലേക്ക് പോകാൻ നമ്മൾ തയ്യാറല്ല എന്നുള്ളതാണ്. വലിയ കാര്യങ്ങളിലേക്ക് പോകാൻ തയ്യാറുള്ളവർ ചെറിയ കാര്യങ്ങളിൽ എക്സ്ക്യൂസ് പറയുമോ? ഒരിക്കലും പറയില്ല. അന്നേരം നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയാം, വലിയ കാര്യങ്ങൾ വരട്ടെ അപ്പം ഞങ്ങൾ എക്സ്ക്യൂസ് പറയത്തില്ല. അങ്ങനെയല്ല, ഇതൊരു ക്യാരക്ടറാണ്. ഈ ക്യാരക്ടർ വലുത് ചെറുതൊന്നുമില്ല. നമ്മൾ എക്സ്ക്യൂസ് ഇല്ലാത്തവണ്ണം പിടിക്കപ്പെട്ടവരാണ്. എക്സ്ക്യൂസ് ഇല്ലാത്തവണ്ണം പിടിക്കപ്പെട്ടവരാണ്. എൻ്റെ ഒരു ഉറക്കം പോലും കർത്താവിൻ്റെ വേലയ്ക്ക് തടസ്സമാവാൻ പാടില്ല. എൻ്റെ ടയർഡ്നെസ് ഒന്നും കർത്താവിൻ്റെ വേലയ്ക്ക് തടസ്സമാകാൻ പാടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ വിശ്വാസം ഇങ്ങനെയൊക്കെ, ഞാൻ പറഞ്ഞില്ലേ, പെർഫെക്റ്റ് ഡിസൈപ്പിൾ എന്നുള്ളത് നമ്മുടെ സ്വപ്നമാണ്. പക്ഷേ ലൈഫിലേക്ക് നോക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല. പിന്നെ കർത്താവിൻ്റെ കൃപയാണ് ഇങ്ങനെയൊക്കെ കൊണ്ട് നടക്കുന്നത്. ഓക്കെ, ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കും, കുറച്ച് 2-3 ദിവസമായിട്ട് ഞാൻ ഇന്നാണ് കട്ടിലൊന്നും കിടക്കുന്നത്. അപ്പോൾ ഇത് ഒരു സന്തോഷമാണ് ഓരോരുത്തർ ആലോചിച്ച് നോക്കുമ്പോൾ. പക്ഷെ ആ സമയത്തോട് ഇത് കടന്നു പോകുമ്പോൾ ഭയങ്കര പെയിൻഫുള്ളുമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഷുഡ് ബി ബോൾഡ്, കറേജിയസ് ടു ഫേസ് ലൈഫ്. കർത്താവിൻ്റെ ആ ശിശുത്വം, പുതിയ ലൈഫ്, ഇടുക്ക് വഴിയിലൂടെ പോകുന്ന ആ ഒരു ലൈഫ് നമുക്ക് ഭയങ്കരമായ കറേജ് നൽകും. തീർച്ചയായിട്ടും ആ കറേജ് നമുക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ചുറ്റുമുള്ള പ്രഷറുകൾ, റിലേറ്റീവ്സ് എന്ത് ചിന്തിക്കും, എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഇവനൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത്, പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയായി എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അത് ആരും മൈൻഡ് ചെയ്യുന്നു. പക്ഷെ അന്ന് തന്നെ ഇത് മൈൻഡ് ചെയ്യേണ്ടെന്ന് കർത്താവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് ദ വേൾഡ് വിൽ ടെൽ യു, നെവർ ഗീവ് അൻ ഇയർ ടു ഇറ്റ്. അതിനോടൊരു ചെവി കൊടുക്കേണ്ട. അത് എന്തേലും പറയട്ടെ, അവർ ഇന്ന് പൊഴുത്തി പറയുന്നത് നാളെ താഴ്ത്തി പറയും. ബട്ട് ക്രൈസ്റ്റ് അൾട്ടിമേറ്റ്ലി റിമൈൻസ്. ആ ധൈര്യം, നമുക്ക് ജീവിതത്തെ ഫേസ് ചെയ്യാനുള്ള ആ ധൈര്യം വേണം. ഐ എം എ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഓൺലി ക്രൈസ്റ്റ് മാറ്റേഴ്സ് ടു മീ ആൻഡ് ഹീ ഈസ് മൈ ലോഡ്. അതിനപ്പുറത്തേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം. അപ്പോൾ ക്രിസ്തു നമ്മുടെ യജമാനെ വരുമ്പോൾ അവൻ ആരെയും വെറുക്കാൻ പഠിപ്പിക്കില്ലെന്ന് നമുക്കറിയാമല്ലോ. ദറ്റ് ജെന്യുവിൻ ലവ് വിൽ ഫ്ലോ ഫ്രം അവർ ഹാർട്ട്. ഇറ്റ് വിൽ നോട്ട് ബി കമ്പൽഷൻ കൊണ്ടുണ്ടാകുന്നതല്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് തോന്നും, ഞാൻ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവർക്ക് എന്ത് തോന്നും. ഇതൊക്കെ ഒരു അടിമത്തമാണ്. ഇതൊന്നും യഥാർത്ഥ ലവ് അല്ല. യഥാർത്ഥ ലവിൽ അങ്ങനെ സംശയങ്ങളൊന്നുമില്ല. റിയൽ ലവ് എന്ന് പറയുന്നത് അതൊന്നിനും കണ്ടീഷൻഡ് അല്ല താനും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞാലും ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞത്. നമ്മൾ വചനം പ്രസംഗിക്കുമ്പോഴും നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിനെ ഉയർത്തുമ്പോഴും എല്ലാം വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് വി ആർ കോൾഡ് ആസ് എ ഡിസൈപ്പിൾ. നമ്മളൊരു ശിഷ്യൻ, കർത്താവിൻ്റെ പിന്നാലെ പോയി അവനെപ്പോലെ ആകാൻ ആഗ്രഹിക്കുന്ന, ഞെരങ്ങുന്ന ഒരു ശിഷ്യനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതല്ലാതെ ഒരിക്കലും നമ്മളൊരു പ്രസംഗിക്കാൻ വേണ്ടി പ്രസംഗിക്കരുത് എന്ന്, അങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി പ്രസംഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വർഷങ്ങളോളം പുസ്തകങ്ങൾ വായിക്കാതിരിക്കാൻ കർത്താവിനോട് പറഞ്ഞത് ഞാൻ ആഗ്രഹിക്കുന്നു. നോട്ട് ടു ക്രിയേറ്റ് എ മെസ്സേജ് ആൻഡ് ബിക്കം വാട്ട് യു കോൾ എ പ്രസൻറ്റർ ഓഫ് ഐഡിയാസിൻ്റെ പ്രസൻറ്റർ ആകുന്നതിന് പകരം മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കർത്താവിൻ്റെ സ്നേഹം, മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവൻ, അത് പെർഫെക്റ്റ് ആയിട്ടെന്നല്ലെന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഓക്കെ, ആ ക്രിസ്തുവിനെ വെളിപ്പെടുത്താനുള്ള, ആ സ്നേഹത്തെ വെളിപ്പെടുത്താനുള്ള ജീവനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അനേക ശുശ്രൂഷകർ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ധൈര്യമുള്ളവരും ഡിഫൈ ചെയ്യാൻ പറ്റുന്നവരും എതിർത്ത് നിൽക്കാൻ പറ്റുന്നവരും കർത്താവല്ലാതെ വേറെ ഒന്നും പ്രധാനമല്ലാത്തവരുമായ അനേകം ശിഷ്യന്മാർ, മക്കൾ നമ്മുടെ സഭകളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അന്ത്യകാലത്ത് അത് വളരെ അത്യാവശ്യമായിരിക്കുന്നുവെന്ന് ഞാൻ ചിന്തിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.